പൗരത്വ ഭേദഗതി നിയമം എന്നു വരുമെന്ന് ചോദിച്ചവർക്കും വന്നാൽ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞവർക്കും മറുപടി നൽകിക്കൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നൽകി ഇതിൻ്റെ ചട്ടങ്ങൾ എല്ലാം ശരിയായി അടുത്ത് തന്നെ മാർച്ച് ആദ്യവാരം തന്നെ ഇതിൻ്റെ വിജ്ഞാപനം ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. ഇതിന് ഈ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ ഇതിന് ഈ പൗരത്വം ഇല്ലാതെ ഈ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നവർക്ക് പാർപ്പിക്കാൻ തടങ്കൽ പാളയങ്ങൾ വേണം. നമ്മളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഇവിടെ തടങ്കൽ പാളയങ്ങൾ അനുവദിക്കില്ല എന്ന്. പക്ഷേ കേരളത്തിലെ തടങ്കൽ പാളയങ്ങൾ 1.5 വർഷം മുമ്പ് പൂർത്തിയായി. അതിലൊന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ് 2 തടങ്കൽ പാളയങ്ങൾ. ആ തടങ്കൽ പാളയത്തിൽ അന്ന് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ 8 പേരുണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പാസ്പോർട്ടും മറ്റുമില്ലാതെ ഇവിടെ തങ്ങിയ 8 പേരുണ്ടായിരുന്നു. ഏതായാലും ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി നമ്മളുടെ അയൽ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്നവർക്ക് പൗരത്വം കിട്ടും. 2014 ഡിസംബർ 31 മുൻപ് നമ്മുടെ രാജ്യത്തെത്തിയ പൗരന്മാർക്ക് ഇവിടെ നമ്മുടെ രാജ്യം പൗരത്വം നൽകും. ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യവും കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാൾ അടക്കമുള്ളിടത്തെ നേതാക്കൾ അല്ലെങ്കിൽ മമതാ ബാനർജി അടക്കമുള്ളവർ പറയുന്ന ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പൗരത്വ ഭേദഗതി നിയമം ഒരു വലിയ ചർച്ചയായി മാറും. കാരണം ഇച്ഛാശക്തിയുള്ള സർക്കാർ അവരുടെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. അതിനു മുമ്പ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. തടങ്കൽ പാളയങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. ഇനി നടപ്പാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഡ്യൂട്ടി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.